നമസ്കാരം. ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ ആയുർവേദ ഭിക്ഷുകരനും വേറിട്ട വഴികളിലൂടെ ആയുർവേദ ചികിത്സാരീതികൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന അരക്കുപറമ്പിലെ ഡോക്ടർ ആര്യ ദത്തം ശ്രീജിത്താണ്. ശ്രീജിത്ത് നമ്പൂരിക്ക് പടവുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. അങ്ങയോട് ആമുഖം ഇല്ലാതെ തന്നെ ചോദിക്കാം. അങ്ങേ അറിയപ്പെടുന്നത് ആര്യ ദത്തം ശ്രീജിത്ത് നമ്പൂതിരി എന്നാണ്. നമ്പൂരി എന്ന് അങ്ങ് ഉപയോഗിക്കാറില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ അതിൻ്റെ ഒരു കാര്യങ്ങൾ? അതെന്താ വെച്ചാൽ ശരിക്കും നമ്മൾ ഒരു പഠനം, ആയുർവേദം പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് സർക്കാരിൻ്റെ അന്നൊരു ഡെയിലി വേജസ് സംഗതി ഉണ്ട്, ദിവസക്കൂലിക്ക്. അപ്പം അങ്ങനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നമുക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയെന്ന് മാത്രമല്ല, ഞാനൊരു 3rd year ഒക്കെ ആകുമ്പോൾ തന്നെ കുറേശ്ശെ മരുന്നൊക്കെ കൊടുത്തതാണ്, പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്ക് സൂക്കടൊക്കെ മാറും ചെയ്യും. ഒരു കൈപ്പുണ്യമുള്ള അല്ല, അങ്ങനെ പറയാറില്ല. പക്ഷേ അങ്ങനെ ഈ മരുന്ന് കൊടുക്കും, ഇവർക്ക് സൂക്കട് മാറും. പക്ഷേ ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ആൾക്ക് ഇപ്പോൾ ഒരു സൂക്കടിന് ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് കൊടുത്തതിൻ്റെ ഫലപ്രാപ്തി എങ്ങനെ ഉണ്ടായിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു വൈദ്യൻ എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ട് തോന്നി. തീർച്ചയായും. അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൽ എനിക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാനോ ഒരു ഗുരുനാഥൻ വേണമെന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങി. കാരണം അപ്പോഴേക്കും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പേഷ്യൻസായി, വരുമാനമായി, നമ്മുടെ സ്വന്തമായിട്ട് അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ പൊതുവേ ഞങ്ങളുടെ സമുദായത്തിൽ വളരെ നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. പിന്നെ ഇപ്പം എല്ലാവരും പറയണ പോലെ വാഹനം വാങ്ങി, പിന്നെ എല്ലാ സൗകര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ആയുർവേദം കഴിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ആയി. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ആവുമ്പോഴും നമ്മളിൽ അവശേഷിച്ചിരുന്ന ഒരു ശൂന്യത എന്ന് പറയണത് എന്തുകൊണ്ട് ഈ ആളുകൾക്ക് അസുഖം മാറണു എന്നുള്ളതാണ്. അപ്പൊ അതൊരു ശരിക്കും അന്വേഷണം നടത്തി, ആത്മാന്വേഷണം നടത്തി. അതാണ് ആത്മാന്വേഷണ സാക്ഷാത്കാരമാണ് ഈ എത്തിച്ചേരൽ. അതാണ്. അപ്പൊ ആ ഗുരുനാഥനെ കണ്ടെത്തലും പൂമുള്ളി തമ്പുരാന്റെ ശിഷ്യനാണ് അങ്ങ്. അതാണ് ഞാൻ അടിവരായിട്ട് പറയാൻ. തമ്പുരാന്റെ ശിഷ്യനല്ല, തമ്പുരാന്റെ ശിഷ്യന്റെ ശിഷ്യനാണ്. അതെ, എന്നാലും നമ്മളെ ഒരു കണക്ക് അങ്ങനെയാണല്ലോ പറയുക. നമ്മൾ ആ ഗുരു പരമ്പര നമുക്ക് എന്തോ ഒരു അനുഗ്രഹം കിട്ടി. തീർച്ചയായും. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ശരിക്കും നമ്മൾ കുറേ പേരുടെ അടുത്ത് നമ്മൾ ഇതൊരു ആഗ്രഹവുമായിട്ട് ചെന്നു. അങ്ങനെ തന്നെ പറയണത് എന്താ വെച്ചാൽ എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പലരുടെ അടുത്ത് നിന്നും നമുക്കൊരു സ്വീകാര്യമായ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഗുരുനാഥനെ കണ്ടെത്തിയത് നമ്മൾ ഉണ്ണികൃഷ്ണൻ വൈദ്യരിലാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മളെ ശിഷ്യനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ്. പൂമുള്ളി കളരിയിലെ ഒരു അഭ്യാസനമാണ് ഡോക്ടർ ആര്യ ദത്തം ശ്രീജിത്തിനെ ഒരു മോൾഡ് ചെയ്ത ഒരു ഭിക്ഷുകരനാക്കി മാറ്റിയത്. അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പൂമുള്ളി കളരിയിൽ ഞാൻ വല്ലാതെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം പൂമുള്ളി ഞാനൊക്കെ അവിടെ ചെല്ലണ കാലമായപ്പോഴേക്കും ഗുരുനാഥൻ സ്വന്തമായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഗുരുനാഥന്റെ വീട്ടിൽ പോവായിരുന്നു. അപ്പൊ ഒരു ദിവസം നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് തന്നെ ഉണ്ടായ ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവസാനിച്ചത് ഒരു 3, 4, 5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ടുള്ള കൂടിക്കാഴ്ചയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ ഫോണിൽ വിളിക്കും,
അദ്ദേഹം സംസാരിക്കും, പിന്നെ ഫോണിൽ വിളിക്കും, സംസാരിക്കും അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ എന്നങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പിന് നമ്മൾ ഏകദേശം 4.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് ഒരു പരിചയം. അത് കാരണം അതിൻ്റെ മുന്നേ ഈ ഫോണിൽ മാത്രം പരിചയമുള്ള ഒരാളോട് നമ്മൾ അത്രയും നേരം സംസാരിച്ചു. അങ്ങയോടൊരു കാര്യം പറയാം, തമ്പുരാൻ അങ്ങനെയാണ്. അതാണ് ഒരാളെ വ്യക്തിപരമായി സ്റ്റഡി ചെയ്യുന്നതിൽ ഇത്രയധികം പ്രാവീണ്യം മോഹൻലാൽ എവിടെയോ ഉള്ള മോഹൻലാൽ തെരഞ്ഞു വരുന്നത് പൂമുള്ളി കളരിയിലേക്കാണ്. അങ്ങ് മോഹൻലാലുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അത് നിലനിർത്തിക്കൊണ്ട് പറയാം. തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുനാഥൻ എന്നോട് ചോദിക്കുകയാണ് അവസാനം ഞങ്ങളെ ചർച്ച കഴിയാൻ നേരത്ത്, ഇത് പിരിയാൻ നേരത്ത് ഗുരുനാഥൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ ശരിക്കും എന്താ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് വരാൻ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ BAMS പഠിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് കിട്ടണതിന് മുന്നേ തന്നെ ഞാൻ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കേണ്ട ആൾക്കാർക്ക് മാറുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ വാങ്ങി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ആൾക്കാരുടെ കാര്യങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നിശ്ചയമില്ല. എങ്ങനെയോ മാറുന്നു ദൈവാധീനം. അപ്പം അതല്ലാതെ കണ്ട് എനിക്ക് ഈ കടത്തി ചികിത്സാ സമ്പ്രദായവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അറിവുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ. അങ്ങയുടെ മഹാ അറിവിന് നമസ്കാരം തമ്പുരാൻ. അല്ല അങ്ങനെയല്ല, ചെറിയ തമ്പുരാൻ. ഞാൻ എപ്പോഴും അങ്ങൊരു ചെറിയ തമ്പുരാനാ. ഉമിളി തമ്പുരാൻ കഴിഞ്ഞാൽ അങ്ങൊരു ചെറിയ തമ്പുരാനാ. യഥാർത്ഥത്തില് ഞാൻ അത് അറിയാതെ തന്നെ ചെന്നതായോണ്ട് ഞാൻ അറിയില്ല പറഞ്ഞിട്ട് ഞാൻ കാൽക്കൽ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ സാഷ്ടാംഗ പ്രണാമം. അപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചെണീപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പൂമുള്ളി ആറാം തമ്പുരാൻ എനിക്കിങ്ങനെ പഠനമായിട്ട് തന്നെ ചെയ്ത് അതിനൊന്നുള്ള സമയം ഇല്ലല്ലോ. അപ്പം എനിക്കറിയണത് എന്തൊക്കെയാ വെച്ചാൽ പറഞ്ഞുതരാം. എനിക്കറിയണത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ശരി എന്ന് ഞാൻ അവകാശപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഗുരുനാഥൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. കാരണം ഗുരുനാഥൻ ഇതാണ് പറഞ്ഞത്, ആദ്യമായിട്ടാണ് BAMS കഴിഞ്ഞ ഒരാൾ എനിക്കൊന്നും അറിയില്ല, അതും അയാളെ സ്വന്തം സംവിധാനത്തിലൊക്കെ വന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന ഒരാൾ. അയാൾ ഈ ഡോക്ടറൊക്കെ ആയിട്ട് അതിൻ്റെ സംവിധാനമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. എന്നിട്ടും അയാൾക്കുള്ള ചുറ്റുപാടുകളൊക്കെ ആയിട്ടും അയാൾ ഇനി അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് ഇത് പറയുക എന്ന് പറയണത് എനിക്ക് വളരെ ഇതാണ്. അപ്പോൾ എനിക്ക് അറിയണത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഇടയ്ക്ക് ഒഴിവൊക്കെ ഉണ്ടാകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെല്ലും. പിന്നെ അതിങ്ങനെ ഡെയിലി ചെല്ലലായി. പിന്നെ ഇങ്ങനെ കുറേ കാലം ഡെയിലി ചെന്ന് കഴിഞ്ഞ സമയത്താണ് അവിടുത്തെ അവിടെ അപ്പം അന്ന് ഗുരുകൃപ പറഞ്ഞിട്ട് ഗുരുനാഥൻ അവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഈ മോഹൻലാലൊക്കെ ചികിത്സയ്ക്ക് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഡോക്ടർ പെട്ടെന്ന് കുറച്ച് സ്റ്റാഫുകളൊക്കെ ആയിട്ട് വേറെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം എന്നോട് ഗുരുനാഥൻ ചോദിച്ചു ഇങ്ങനെ എന്തായാലും വീട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ RMO എന്നുള്ളൊരു പദം എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെയും കൂടിയും തനിക്കൊന്നും ഇങ്ങനെ നോക്കാൻ പറ്റുമോ, സഹായം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എൻ്റെ ഗുരുനാഥൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമല്ലോ. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഞാൻ ആന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോവുകയും പിന്നെ ഗുരുകൃപയുടെ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഒരിക്കലും ഞാൻ അതിൻ്റെ എല്ലാ പ്രവർത്തനം, അപ്പോൾ എന്നോടൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഗുരുകൃപയുടെ ഡോക്ടറാണോ എന്നൊക്കെ അന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അന്നും ഇന്നും ഒന്നും അവകാശപ്പെടാറില്ല. ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു എന്നല്ലാതെ ഗുരുകൃപ മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഗുരുകൃപയുടെ വേറുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിലോ നമ്മളതിൻ്റെ ഒരു ശല്യമായിട്ടും പോയിട്ടില്ല. എന്തെന്നെ കൊണ്ട് പറ്റണം സഹായിച്ചാൽ നമ്മൾ ചെയ്തു പോരാന്നല്ലാതെ അതിനൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അവിടുന്ന് ഒരു നയാ പൈസ കൈപ്പറ്റിയിട്ടില്ല. സംശുദ്ധമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ അതും ഒരാൾ ഇപ്പോൾ ചോദിക്കുകയാണ് എന്താ അത് ഒരു ശമ്പളം നിശ്ചയിക്കാന്ന് ചോദിച്ചാൽ, എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോട് ശമ്പളം മേടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹം ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഗുരുനാഥന് എന്നെ പോലെ ഒരു ഗുരുനാഥൻ്റെ അത്രയൊന്നും വിവരമില്ലാത്ത എന്നെ പോലുള്ള ഒരു ശിഷ്യന്
ഒരിക്കലും അവകാശപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി കൂടി. ഞാൻ ഇപ്പോൾ ഒരു ശ്ലോകം ഓർമ്മ വരിക, പൂർണ്ണമതം പൂർണ്ണവിധം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ എന്നാണ്. പൂർണ്ണമായി നിന്നും പൂർണ്ണമായി നീക്കിയാൽ ശേഷിക്കുന്നതും പൂർണ്ണം തന്നെയാണ്. അങ്ങ് പൂർണ്ണ അല്ല അല്ല അതൊരു ശരിയല്ലായ്മ തോന്നിയോണ്ട് ഒരു നാൻ്റെ അടുത്ത് നിന്ന് ഒരു നാൻ്റെ സ്ഥാപനമാണല്ലോ അത്, നാനും കൂടിയുള്ള സ്ഥാപനം. അപ്പം ഇന്ന് നമ്മളൊരു ഈ ശമ്പളം വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവണ ഒരു കാര്യം, അതിപ്പോൾ ബിജുവേട്ടനും അറിയാം, അദ്ദേഹത്തിനൊക്കെ അറിയാം. അതെന്താ വെച്ചാൽ ഒരു ശമ്പളം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ പറഞ്ഞ് കേൾക്കണം. തീർച്ചയായും അല്ലേ? അതിൽ പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ എന്നെ കൊണ്ട് എന്താ വെച്ചാൽ ഇത്ര സമയത്ത് വരുവാണെങ്കിൽ എന്നെ കൊണ്ട് നടക്കില്ല, ഇത്ര സമയത്ത് പോവുക പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കില്ല. ക്ലിപ്തത പാലിക്കാൻ കഴിയില്ല തൊഴിലുടമയുമായി. ഒന്ന് സമയനിഷ്ഠ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറെ ചുറ്റുപാടുകളായി അപ്പോഴേക്കും. കാരണം ഞാനൊരു 10 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പെട്ടുവെച്ചോ, ഓക്കെ, നമ്മൾ പോയി പെടുന്നത് ഒരുപാട് വയസ്സൊക്കെ ആയി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ ബാച്ചിലറുടെ ലൈഫൊക്കെ കഴിഞ്ഞ് ഒരു ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങൊരു സത്യാന്വേഷണ പാതയിലായി, അത്രേ ഉള്ളൂ. ഒരു പരീക്ഷണ ഗാഥയാണ്. ആയുർവേദ സത്യാന്വേഷണ പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരു തുരുത്തു പോലെ പൂമുള്ളി തമ്പുരാനെ കാണുന്നത്. അല്ല, പൂമുള്ളി തമ്പുരാന്റെ ശിഷ്യനെ കാണുന്നത് അതൊരു മഹാഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ വെച്ചാൽ ഗുരുനാഥന്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളെ ഗുരുനാഥൻ അട്രാക്ട് ചെയ്തതും അതാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ഗുരുനാഥനെ പറ്റി പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, എൻ്റെ തൊണ്ടയിടറും, അതൊക്കെ ചെയ്യും. അതിന് കാരണം എന്താ വെച്ചാൽ ഗുരുനാഥൻ ആ സിമ്പിളാസ് അതാണ്, എളിമയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. എന്താ വെച്ചാൽ എളിമയും കാർക്കശ്യവും ഗാംഭീര്യവും കൂടി കലർന്ന ആളാണ്. അതാണ്, കണ്ടില്ലേ? അതാണ് എളിമണ്ട് വേണ്ടുവോളം ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഗുരുനാഥന്റെ അടുത്ത് നമ്മൾ ചെന്ന് ചേരുന്നതിന്റെ ഒരു ഇതന്നെ എനിക്ക് തോന്നണ എന്താ വെച്ചാൽ ഗുരുനാഥന്റെ ആ സമയത്ത് നമ്മൾ ആവശ്യമായിരിക്കുമല്ലോ. തീർച്ചയായും. അപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മൾ സത്യത്തിൽ ആ ഗുരുനാഥൻ്റെ അവിടെ ഇങ്ങനെ ആ ഒരു ഇതും പിന്നെ നമ്മുടെ ചെറിയ കൺസൾട്ടിങ്ങും ഒക്കെ ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു സംഗതി തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ചെറിയ എന്താ പറയുക ഒരു രസച്ചരട് പൊട്ടണ രീതിയിലുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പം നമ്മുടെ ഒരു ഒഴുക്കിനെ എപ്പോഴും അങ്ങനെയാണല്ലോ, പുഴ ഒഴുകുന്നത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു വഴി കണ്ടെത്തും. ഇപ്പൊ കുത്തിപ്പുഴയിൽ അതാണ് ഒരു ബീച്ചൊക്കെ ഉണ്ടാവാൻ. അതെ. അപ്പൊ ആ ഒരു സംഗതി എനിക്കും സംഭവിച്ചു. പറഞ്ഞാൽ അങ്ങനെ ഞാനും ഗുരുനാഥനും ഉള്ള ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചില ചുറ്റുപാടുകൾ ഉണ്ടായപ്പോൾ അത് പല കാരണം ഉണ്ടാവാം. അതൊന്നും ഇപ്പൊ എന്താ പറയുക, നമ്മൾ അതിന് തെരഞ്ഞെല്ലേണ്ട കാര്യമൊന്നുമില്ല. അത് അതിന്റെ വഴിക്ക് വിടുക, നമ്മളെ വഴിക്ക് വിടുക. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ആണ് ഇന്നീ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ചികിത്സാലയം തുടങ്ങണതിനെ പറ്റിയിട്ട് അപ്പൊ ഗുരുനാഥനോട് തന്നെയാണ് നമ്മളത് ചോദിക്കുന്നത്. കാരണം ഗുരുനാഥൻ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാനായോ, അങ്ങനെയാണ് സമ്മതം ചോദിച്ചു. എനിക്കതിന് സമ്മതം കിട്ടി. ഇനിയൊക്കെ കുറേശ്ശെ സ്വന്തമായിട്ട് തുടങ്ങാം. അപ്പോൾ ഗുരുനാഥൻ അതിന് പറഞ്ഞൊരു കാരണവും അതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എത്ര കണ്ട് ഒരാളുടെ പുറകെ നടന്നാലും നിങ്ങൾ സ്വയം ചെയ്യാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായും. അത് ഏത് ഫീൽഡും അങ്ങനെ. അതിപ്പോ അദ്ദേഹത്തിന്റെ ഫീൽഡ് ആയിക്കോട്ടെ, വിജുവിന്റെ ഫീൽഡ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് വൈദ്യം പോലെയുള്ള ഫീൽഡിൽ എന്താ വെച്ചാൽ ഡ്രൈവിങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അഷ്ടാംഗ ഹൃദയം മാർഗദർശകമാണ്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വായത്തമാക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആളെ ചികിത്സിച്ചിട്ട് തന്നെ ധരിക്കേണ്ട കാര്യം. കാരണം ഈ ഡ്രൈവിങ് പഠിച്ച ഒരാൾക്ക് രാവിലെ വണ്ടി എടുത്ത്, ഇപ്പം ഞാനത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണ ഒരു കാര്യം പറയുകയാണ്, ഡ്രൈവിങ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് വണ്ടി എടുത്ത് കാർ എടുത്ത് പോകാൻ പറ്റില്ല, ഒരിക്കലും. കാരണം ഈ വളവെന്ന് ഇന്ന് കാണുന്ന ലോറീനെ നാളെ കണ്ടോളണമെന്നില്ല. നാളെ അവിടെ സ്കൂട്ടറാവും, മറ്റന്നാൾ അവിടെ ഒന്നും. പക്ഷെ നമ്മൾ കാണേണ്ടത് ലോറി വരുന്നുണ്ട് വിചാരിച്ച് വണ്ടി ഓടിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ അപ്പപ്പോൾ ചിന്ത എടുത്തിട്ട് ഓരോന്നും ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റ്. ഇത് തന്നെയാണ് വൈദ്യത്തിലെയും കാര്യം എന്ന്
ഗുരുനാഥൻ്റെ ആ രീതികളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്. തീർച്ചയായും എല്ലാവരും ഗുരുനാഥൻ. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച രീതി എന്താ വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു രോഗിയെ കൺസൾട്ട് ചെയ്യണത്, എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഒരു രോഗിയെ പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കണം, ഡയഗ്നോസ് ചെയ്യണ രീതി പ്ലസ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കണ രീതി ഒക്കെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറകിലൊരു പടി ഉണ്ടെന്ന് മരത്തിൻ്റെ ഇങ്ങനെ തട്ടിക്കൊക്കെ വെച്ച അങ്ങനെ ഒരു പഴയ ഉണ്ട്. അപ്പം ആ മരപ്പടിയിലാണ് ഞാൻ ഇരിക്കുക. അദ്ദേഹം കസേരയിലൊക്കെ ഇരുന്ന് ഫ്രണ്ടിലുള്ള ഒക്കെ വലിയ വലിയ ആൾക്കാരാവും, അവരെ നോക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മളോട് പറയാതെ തന്നെ അദ്ദേഹം നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്കും വളരെ ആത്മവിശ്വാസം ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ ഗുരുനാഥൻ ഈ യോഗങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരില്ല. ഇപ്പോൾ ഗുരുനാഥൻ ഇപ്പോൾ ബിജുവേട്ടന് ഒരു യോഗ എഴുതി വെച്ചാൽ അത് നമ്മളെ കാണിച്ചു തരില്ല. അപ്പോൾ ഞാനതിന്ന് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ സാധാരണ ആൾക്കാരെ എങ്ങനെ തെറ്റിദ്ധരിക്കും, നമ്മളിത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ധരിക്കും. പക്ഷെ നമ്മളത് ധരിച്ചത് എങ്ങനെയാ വെച്ചാൽ ഗുരുനാഥൻ ഇത് ഞാൻ സ്വയം കണ്ടെത്തട്ടെ, അതാണ് ജ്ഞാനികൾ അങ്ങനെയാ. എപ്പോഴും ഗുരുനാഥൻ ഒരാൾ ഗുരുവായി തീരണത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള വഴി കാട്ടി തരുമ്പോഴാണ്. തീർച്ചയായും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗുരുനാഥൻ അതാണ്. എനിക്ക് അത് പറയുമ്പോഴേക്കും എനിക്ക് കണ്ണിൽ അതിന് കാരണം ഇതാണ്, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറഞ്ഞ പോലെയാണ് എനിക്ക് ഈ പ്രവൃത്തികളൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ഒരു യോഗം കണ്ടുപിടിച്ച് ഇതന്നെയല്ലേ ഗുരുനാഥൻ അതിലെഴുതിയത് എന്ന് ചോദിച്ചു. ഈശ്വര. ആ സമയത്ത് ഗുരുനാഥൻ എൻ്റെ പുറത്തിങ്ങനെ തട്ടി. ആ തട്ടലിൽ നിന്ന് എനിക്ക് വന്നൊരു ആത്മവിശ്വാസമുണ്ട്, ഞാനും കുറേശ്ശെ ചികിത്സയൊക്കെ പഠിച്ചു തുടങ്ങി എന്ന്. മഹാദേവാനുഗ്രഹം, മഹാദേവ ഭക്തനാണ്. അതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ഈ വെള്ളത്തിലെ ശിവൻ, കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ എല്ലാത്ത ഇവിടെ തേവര് നരസിംഹ, എൻ്റെ പരദേവത നരസിംഹമാണ്. പിന്നെ അവിടെ വെള്ളത്തിലെ ശിവനും ഉണ്ട്. വെള്ളത്തിലെ ശിവനെ അങ്ങനെയൊക്കെ അറിയാം. കറുത്തേടത്ത് പുലാക്കാട്ട് മന. അവിടെ അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് ഈ വെള്ളത്തിലെ ശിവൻ എന്ന് ഞാൻ പറയണത്. അങ്ങയുടെ ഉപാസനാമൂർത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വിശ്വാസി, കടുത്ത ദൈവവിശ്വാസിയാണ്. ഞാനൊരു 8 വയസ്സ് മുതൽ കടുത്ത ശിവന്റെ ശൈവഭക്തനാണ്. അത് പറഞ്ഞാൽ ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. ഞാൻ എപ്പോഴും ശിവനെ മാത്രമാണ് ആരാധിക്കുന്നത്, അൾട്ടിമേറ്റം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കാരണം അതിനൊക്കെ ആകർഷണം തോന്നാനുള്ള കാരണം അതാണ്. അതെന്താ വെച്ചാൽ 8 വയസ്സിൽ ഞാനൊരു ഭയങ്കര ഭീമാകാരായിട്ടുള്ള ഒരു സർപ്പത്തിനെ കണ്ടു. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് എനിക്ക് വളരെ ഭക്തിയുള്ള കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരു മുത്തശ്ശൻ, ആ മുത്തശ്ശൻ എൻ്റെ അടുത്ത് പറയണ്ടായി ഇങ്ങനെ, അത് ശിവന്റെ കഴുത്തിൽ വാസുകിനെ കണ്ടിട്ടില്ലേ, വാസുകി പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് മുതൽ ശിവനെ ജപിക്കാൻ തുടങ്ങി, അപ്പൊ അങ്ങനെ ഒരു പെർമിഷൻ കിട്ടി. അതിൽ നിന്ന് അന്ന് മുതലാണ് ശരിക്കും ഞാൻ അന്ന് മുതൽ ഈ ഇക്കാകാന്ന് നമശിവായ അറിയാം. അപ്പൊ അത് നമശിവായ ഇങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും വെള്ളത്തിലെ ശിവനൊക്കെ കാണുമ്പോൾ, കാരണം അന്ന് അവിടെ ഒരു ചെറിയൊരു പൂജയും പരിപാടിയൊക്കെ ആയിട്ട് വളരെ ആൾക്കാരൊന്നും ഇല്ലാതെ കിടക്കണ ഒരു അമ്പലമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ മുത്തശ്ശൻ തന്നെയാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് അവിടെ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക്, അതൊക്കെ നല്ലതാണ്, അതുകൊണ്ട് നല്ലതേ വരൂ. കാരണം അദ്ദേഹം ഇരിക്കണത് തന്നെ അതിൽ നിമജ്ഞനായിട്ടാണ്, വെള്ളത്തിലാണ്. അവൻ നിമജ്ജനം ചെയ്തിരിക്കണ ഒരാളെന്ന് പറഞ്ഞാൽ അതിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് വിടും. ശാസ്ത്രം. അപ്പൊ ആ വെള്ളം തന്നെ നീ മേല് തളിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ഞാൻ അങ്ങ് ശിവഭക്തനായത്. അപ്പൊ ഞാൻ ഇതിൽ ഇപ്പൊ ഈ ഗുരുനാഥന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഗുരുനാഥൻ്റെ കാര്യമായാലും എല്ലാ കാര്യമായാലും ഞാനും എപ്പോഴും പറയണ അല്ലെങ്കിൽ എല്ലാവരോടും പറയണ ഒരു കാര്യം, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ വിസ്മയങ്ങളുടെ വിശ്വനാഥനിൽ വിശ്വസിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ വിസ്മയങ്ങൾ മുഴുവൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇപ്പം ഈ നിമിഷം അങ്ങ്
അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ മുടക്കിയതാണ്. പലകുറി അങ്ങ് വീണ്ടും എൻ്റെ മുന്നിൽ എത്താൻ എനിക്ക് വിസ്മയമാണ്. കാരണം പൊതുവേ സാധാരണ ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ പല കുറി മുടക്കുമ്പോൾ ഇനിയിപ്പോൾ അയാൾ വേണ്ട, അയാൾ ജാട വിചാരിക്കും. അപ്പം ഞാനിത് ജാട കൊണ്ടൊന്നും പറയണതല്ല. ഞാൻ സത്യമായിട്ട് പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്കിതൊന്നും നിശ്ചയമില്ല. ഞാൻ ഈ 8ാം വയസ്സിൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഇത് ചെയ്യും. അങ്ങനെ എൻ്റെ അമ്മ തന്നെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അറിവിൻ്റെ നിറകുടമാണ്. ആയുർവേദ ജ്ഞാനി രംഗത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പൂമുള്ളി തമ്പുരാനിൽ നിന്നും നേരിട്ടിട്ട് അറിവുകൾ സ്വായത്തമാക്കിയ ഡോക്ടർ ആര്യദത്ത ശ്രീജിത്താണ് ഇങ്ങനെ പറയുന്നത്. പൂമുള്ളിയുടെ ശിഷ്യനിൽ നിന്നും പൂമുള്ളിയുടെ നേരിട്ടിട്ടുള്ളതെന്നല്ല, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പൂമുള്ളി തന്നെ. നമ്മളെ ഇല്ലവുമായി പെരുങ്ങോടി ഇല്ലവുമായി അടുത്തിടപഴകുന്നതായതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്ത് പറഞ്ഞ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിസ്മയങ്ങളുടെ വിശ്വനാഥനിൽ വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നും അറിയാത്ത ഞാനൊരു ദിവസം ഒരു സർപ്പത്തിനെ കാണുന്നു. ഞാനത് സർപ്പം എന്നുള്ള പദം മാത്രം ഉപയോഗിക്കും. അതുകൊണ്ടാണ്. അതെന്താ വെച്ചാൽ ഈ സാധാരണ ഇവിടുത്തെ മലയാള പര്യായമൊക്കെ ഉപയോഗിച്ചാൽ അത് മോശമാണ്. അപ്പൊ ഈ അദ്ദേഹത്തിനെ സർപ്പയതി സർപ്പ പറഞ്ഞാൽ ഈ ആരാണോ സിഗ്സാഗ് മോഷനിൽ സഞ്ചരിക്കണ അദ്ദേഹമാണ് സർപ്പം അല്ലേ. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം വരിക, എന്നിട്ട് എന്നോട് ഇങ്ങനെ ഊതുക, കുറച്ച് നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഊതുക ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ മഹാദേവൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇല്ല ആകെ ഒരു പ്രാവശ്യം സ്വപ്നത്തിൽ അല്ലല്ല നേരിട്ട് ഇവിടെ ഈ താഴെ കാവുന്ന തോട്ടത്തിൽ വന്നു. അതാ അവിടെ ഒരു കാവുന്ന തോട്ടം. അപ്പൊ ഈ ഒരു അന്ന് മുതൽ ഞാൻ ഈ മഹാദേവൻ ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് ഞാൻ എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ എൻ്റെ അമ്മ വളരെ ഗുരുവായൂരപ്പ ഭക്തനാണ്. അല്ല ഭക്തയാണ്, വിഷ്ണു ഭക്തയാണ്. അപ്പൊ എന്നോട് എന്നോട് പറയും ഇങ്ങനെ നീ ഗുരുവായൂർക്കൊക്കെ ഒന്ന് പോ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അന്നൊക്കെ ഞാൻ അമ്മേനോട് പറയും ഇല്ല ഞാൻ മഹാദേവന്റെ ആളാണ്. കാരണം എനിക്ക് അന്ന് അത്ര വിവരമില്ല. എനിക്ക് മഹാദേവനെയാണ് ഇഷ്ടം. അപ്പൊ അമ്മ ഇങ്ങനെ വേർതിരിച്ച് കൊണ്ടുപോകാൻ നിൽക്കരുത്. കൃഷ്ണനൊക്കെ ഇഷ്ടമാണ്, കൃഷ്ണന്റെ കഥകൾ ഇഷ്ടമാണ്, മറ്റേ ഗുരുവായൂരത്തെ ഐതിഹ്യമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കും, ഗുരുവായൂർ ഐതിഹ്യം അമ്മ വായിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ അമ്മ കേട്ടിട്ടില്ലേ? കാരണം അവിടെ മഹാദേവനും ശ്രീപാർവതിയും കൂടി അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണതാണ് ഗുരുവും വായുവും കൂടി കണ്ടത്. അങ്ങനെയാണ് അവിടെ ഈ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കുക. കാരണം ദ്വാരകയില് സാക്ഷാൽ കൃഷ്ണൻ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹത്തിനെയാണ് ഇവിടെ കൊടുന്ന് ഗുരുവായൂർ വെച്ചത് എന്നൊക്കെ ഐതിഹ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ മഹാദേവന്റെ ആത്മസ്വരൂപമായിട്ടുള്ള അങ്ങനെയാണ് പറഞ്ഞത്. അല്ലയോ ശിവപുരാണം അനുസരിച്ച് പറയണത് തന്നെ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ എന്നെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കഴുത്തിൽ മേലെ ഇതൊക്കെ ഘോരഘോരമായിട്ടുള്ള സർപ്പങ്ങളാണ്. തലയിൽ നിന്ന് ഗംഗാമ്മ വരികയാണ്. ഇങ്ങനെ പ്രകൃതിയുടെ എല്ലാ സമഞ്ജസമായിട്ട് കാണുന്ന ഒരു ഘോര രൂപമാണ്. ഈ ഘോര രൂപത്തിന് എല്ലാവർക്കും അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നിൽ നിന്ന് തന്നെ സർവാലങ്കാര വിഭൂഷിതനായിട്ട് ഒരു ആത്മസ്വരൂപ അല്ലെങ്കിൽ പ്രതിരൂപത്തിനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തമൊക്കെ ശങ്കരൻ ചെയ്യേണ്ടി വന്നത്. കാരണം ഇവർ ഈ വിഷ്ണു ശൈവ എന്ന് പറഞ്ഞ അടി കൂടിയപ്പോ ഇത് രണ്ടും ഏകമാണ് എന്ന് പറയേണ്ടി വന്നത് ശങ്കരാചാര്യർക്ക് തെളിയിച്ചു. അപ്പൊ ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഒക്കെ മൂലാധാരമായിട്ടുള്ള ഇദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് വിളിക്കുക. അപ്പൊ പരിഹാരമാണ്. അപ്പൊ എനിക്ക് പരിഹാരം ഉണ്ടാവും. അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ ചെറുപ്പത്തിൽ മുതൽ ഭയങ്കര ഒറ്റപ്പെടലിന്റെയും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഇല്ലത്താണ് ജനനെങ്കിൽ പോലും ഒരുപാട് പ്രയാസങ്ങൾ. ഞാൻ ഒറ്റപ്പെടൽ ഞാൻ എല്ലാറ്റിനെയും ചോദ്യം ചെയ്തിരുന്നു. അന്ന് തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് കാരണവന്മാർക്കൊക്കെ നമ്മളോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, ഈർഷ്യ മനോഭാവം ഉണ്ടാവാതെ. ഞാൻ ഇനി ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. അങ്ങ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വലിയ നടൻ, അങ്ങ് ഇപ്പോൾ പ്രകൃതിയിൽ നിന്നും കാണുന്ന എല്ലാ സസ്യലതാദികളിൽ നിന്നും നേരിട്ട് പോയി
പറിച്ചുണ്ടാക്കി കുത്തി ചാറാക്കി തൈലാണെങ്കിലും കഷായമാണെങ്കിലും ഉണ്ടാക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്താ വെച്ചാല് ആരെ പറ്റിയിട്ടപ്പോ ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ അങ്ങയെ കുറിച്ചാണ് പറഞ്ഞത്, അങ്ങയെ കുറിച്ചാണ് പറഞ്ഞത്, എന്നെ കുറിച്ചല്ല. അത് പറഞ്ഞാല് ഈ അതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മൾ ഒരു അസുഖമായിട്ട് നമ്മുടെ മുന്നിൽ ഒരാൾ വരും അല്ലേ? അപ്പോൾ ആ ആളെ ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടി ഒരു മണിക്കൂർ സമയമൊക്കെ, അതാണ് ഇപ്പം ഇന്ന് രാവിലെ അങ്ങ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 11 മണിക്ക് ബുക്കിംഗ് ഉണ്ട്, 12 മണി കഴിഞ്ഞിട്ട് ഞാനൊരു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഈ 1 മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ എനിക്കിങ്ങനെ കുറേ ചോദിക്കാണ്ടാവും. അപ്പോൾ അത് ആയുർവേദം പറയണതാണ് ദർശന സ്പർശന പ്രശ്നൈഹി എന്നാണ്. ദർശനത്തിലൂടെയും സ്പർശനത്തിലൂടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേഷൻ, ചോദ്യം ചെയ്യലിലൂടെയാണ് ഒരാളുടെ അസുഖത്തിനെ പറ്റി ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കണ എന്താ വെച്ചാൽ ദൂഷ്യം, ദേശം, ബലം, കാലം, അനലം, പ്രകൃതി, വയ, സത്വം, സാത്മ്യം, ആഹാരം എന്ന് പറഞ്ഞിട്ട് ദശവിധ കൽപ്പനകളുണ്ട് ഒരാൾക്ക്, സ്റ്റേജ് ബൈ സ്റ്റേജ്. കാരണം അങ്ങ് ഏത് ദേശത്ത്, അതാണ് ഞാൻ എന്ന് ചോദിക്കണതിന്റെ കാര്യം എന്താ, ഏത് ദേശത്ത് ജനിച്ചു, ആ ദേശത്തുള്ള ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അവരിൽ പിത്താണോ വാതാണോ കഫാണോ കൂടുതലായിട്ടുണ്ടാവുക, ഇങ്ങനെ ഓരോ ദേശത്തിനുണ്ട്. അപ്പോൾ അവർക്ക് എത്ര മനോബലം ഉണ്ടാവും, അവർക്ക് എത്ര ശരീരബലം ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാനിൽ ഉള്ള ഒരാളുടെ ശരീരബലം അല്ല ഇന്ത്യയിൽ ജനിച്ച ഒരാളുടെ. ഇന്ത്യയിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ ജനിച്ച ആളുടെ വില അല്ല, പഹാഡിയിൽ ജനിച്ച ആളുടെ വില അല്ല, ഗുജറാത്തിൽ ജനിച്ച ആളുടെ വില. സൗരാഷ്ട്രം വേറെയാണ്, പഹാഡി വേറെയാണ്. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാനിതൊക്കെ ഇങ്ങനെ അത് പറഞ്ഞ ജഗതി ഒരു അഭിമുഖത്തിൽ പണ്ട് പറയണ്ടായി, ഞാൻ നടന്നു പോണ കള്ളു കുടിയാനെ വരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അതേപോലെയാണ് ഞാൻ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യണത് തന്നെ എന്തിനാ വെച്ചാൽ എല്ലാവരും വാച്ച് ചെയ്യാനാണ്. എല്ലാ അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ സസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അവിടുത്തെ ജനങ്ങളുടെ ശാരീരഭാഷ എന്താണെന്നും അവർ ആളുകളോട് പെരുമാറുന്ന രീതി. ഇപ്പം ഇന്നലെ ഒരു ഉദാഹരണം, ഞാനൊരു യാത്ര ചെയ്തു. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഐസ്ക്രീം മേടിച്ചു. ഈ ചർച്ചേനെ രസകരമാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഐസ്ക്രീം മേടിച്ച ആൾ ഞാനും എൻ്റെ സുഹൃത്തിനും ഞാൻ മേടിച്ചു. അപ്പോൾ ഞാൻ ഈ പൈസ കൊടുത്തു. അപ്പോൾ ഇയാൾ ചില്ലറ ഇല്ല, ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗൂഗിൾ പേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസയ്ക്ക് പകരം ഇയാൾ ബാക്കി തന്നപ്പോൾ ഇയാൾ അതിലൊരു 50 ഉറുപ്പ്യ ഒട്ടിച്ച നോട്ട് വെച്ചു. ഞാനത് കണ്ടു. അപ്പോൾ ഞാനത് കണ്ടപ്പോഴും അത് എന്നോട് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ, ഈ കൂടെ ഉള്ള ആളും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, സാറ് ഈ 50 ഉറുപ്പ്യ ഒട്ടിച്ചത് കണ്ടിട്ട് എന്താ അയാളോട് തിരിച്ചു തന്നിട്ട് ചോദിക്കാഞ്ഞെന്ന്. അപ്പം ഞാൻ തിരിച്ചിട്ട് പറഞ്ഞു, ഈ 50 രൂപ എനിക്ക് പോവും, അയാൾക്ക് പോവില്ല. അപ്പം ഞാനെന്താ വെച്ചാൽ ഞാനിത് തിരിച്ചു എന്ന് ചോദിച്ചാൽ അയാളിത് കുറച്ച് സങ്കടത്തോടെ തിരിച്ചെടുത്തിട്ട് പകരം 50 ഉറുപ്പ്യ തരും. പക്ഷേ ഈ അയാൾക്കിത് ചിലപ്പോൾ പോയിക്കൊള്ളണമെന്നില്ല, തീർച്ചയായും വൈകുന്നേരം വരെയും പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെന്തിനാ അങ്ങനെയൊക്കെ എടുക്കണേ? നമ്മൾ ഈ പൈസയും കൊണ്ട് നമുക്ക് പോവാം. എന്നിട്ട് ഇതേ പൈസ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് വേറൊരു കടയിൽ കയറിയപ്പോൾ, ഞാൻ അറിയണ കടയാണ്, അവിടെ റഷീദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ കട. അപ്പോൾ ഈ റഷീദിനോട് ഞാൻ പറഞ്ഞു, എടോ ഈ 50 ഉറുപ്പ്യ പോവില്ല എന്നൊക്കെ പറഞ്ഞ് വരും പറയുന്നു. 50 ഉറുപ്പ്യ പോവുക വെച്ചു. ഡോക്ടറിൻ്റെ 50 അല്ലേ ഇവിടെ പോകുന്നത് പറഞ്ഞു, മനസ്സിലായോ? അപ്പം ഈ കൂടെ ഇരിക്കണ ആള് വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, രാവിലെ അങ്ങ് പറഞ്ഞ അതേ സംഗതി തന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങക്ക് കാണിച്ചു തരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അതും എനിക്ക് വിസ്മയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവ് അതാണ്. എന്താണ് വിസ്മയങ്ങളുടെ വിശ്വനാഥനക്ക് ഇത്ര ഇഷ്ടം എന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ സംഭവിച്ച 50 രൂപയുടെ കാര്യം പോലും എനിക്ക് വിസ്മയമാണ്. കാരണം അത് എനിക്ക് അപ്പം തന്നെ എൻ്റെ ഈ സുഹൃത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. തീർച്ചയായും എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ അങ്ങ് ചോദിച്ചപ്പോ മോഹൻലാലിന്റെ കാര്യത്തിലേക്ക് വരാം. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. അതെന്താ വെച്ചാൽ ഞാൻ ഈ മോഹൻലാലിനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കണത് 1986-ലോ 87-ലോ ഒറ്റയ്ക്ക്, കറക്റ്റ് വർഷം ഓർമ്മയില്ല, ഇറങ്ങിയ കുഞ്ഞാറ്റക്കിളികൾ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിൻ്റെതായിട്ടുള്ളൊരു സിനിമ ഓർമ്മ വെച്ചിട്ട് കാണുന്നത്.
അപ്പം അതിൽ വളരെ സ്നേഹത്തോടു കൂടി കുട്ടികളോട് ഇടപഴകുന്ന ഒരു ചെറിയച്ഛൻ കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിക്കണത്. ഉണ്ണികളെ ഒരു കഥ പറയാമാണോ? അല്ല അല്ല അല്ല, ഇത് കുഞ്ഞാറ്റ കിളികളെ എന്താന്നും കൂടി ഞാൻ പറഞ്ഞു. അവിടെ സോമനും സോമന്റെ ഭാര്യയായിട്ട് അല്ല സോമന്റെ പെങ്ങളായിട്ട് സുകുമാരി ചേച്ചിയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ സോമനും സുകുമാരിയും മെയിനായിട്ടാണ്. അപ്പോൾ ഈ സോമന്റെ മകനാണ് അന്ന് ആ രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അടുത്തല്ലേ അദ്ദേഹം? അതല്ല, അത് അയാളാണോ എനിക്കറിയില്ല. എന്തായാലും കള്ളിക്കാട് രാമചന്ദ്രൻ. അപ്പൊ അദ്ദേഹമാണ് ഈ സോമന്റെ മകനായിട്ടുള്ള കഥാപാത്രം. അയാളിങ്ങനെ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ച് അന്യ ജാതിന്നോ അന്യ മതത്തിന്നോ ഏതോ ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് ഈ സോമൻ അയാളെ വീട്ടിൽ കയറ്റില്ല. അപ്പം ഈ സോമന്റെ പെങ്ങളുടെ മകൻ അവരുടെ അനന്തരവനാണ് മോഹൻലാൽ. മോഹൻലാൽ ഈ ഏട്ടനെ അന്വേഷിച്ച് ചെന്നൈക്ക് പോവാണ്. ഇവർ മദ്രാസിൽ എവിടെ ഉണ്ടോയെന്ന് അറിയാം. പക്ഷെ ഇവരൊരു സ്കൂട്ടർ അപകടത്തിൽ ഈ മോഹൻലാൽ എത്തണതിൻ്റെ തലത്തലേ ദിവസം ഈ സോമന്റെ മകനായിട്ട് ഉള്ള ആ കഥാപാത്രവും ഭാര്യയും സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. അവർക്ക് 4 കുട്ടികളും ഉണ്ട്. ആ 4 കുട്ടികളെയും കൂട്ടിയിട്ട് ഈ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുന്ന ചെറിയച്ഛനായ ആളാണ്. അവർ ഈ അമ്മയും അച്ഛനും മരിച്ചോന്നും അറിയിക്കാതെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഈ മുത്തച്ഛനാണെങ്കിൽ അവിടെ കയറ്റുമെന്ന് ഇഷ്ടമല്ല. ഈ അച്ഛൻ്റെ അച്ഛൻ അവിടെ കയറ്റുമെന്ന് ഇഷ്ടമല്ല. ഇയാളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ കയറ്റുമെന്നും കൂടി നിശ്ചല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ കുട്ടികളെ അവിടെ ഉള്ളിലേക്ക് കയറാൻ സഹായിക്കുന്ന കഥാപാത്രമാണ് മോഹൻലാൽ. പിന്നെ അദ്ദേഹമാണ് അവിടുത്തെ ഇവരുടെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണം. അങ്ങനെയുള്ളൊരു ചെറിയച്ഛനായിട്ടൊരു വാത്സല്യവും സ്നേഹമൊക്കെ ചെയ്തൊരു അന്ന് 26-27 വയസ്സുള്ള ഒരാളാണ് ഇത് അഭിനയിച്ചത്. അപ്പോൾ ആ ആളോട് നമുക്ക് തോന്നിയൊരു ഇതെന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഈ മാനറിസങ്ങളൊക്കെ എനിക്ക് വളരെ സുപരിചിതമായിട്ട് തോന്നി. അതെന്താ കാര്യം എനിക്ക് ഇപ്പോഴും അറിയാം. ഞാനത് കഥാപാത്രത്തിൻ്റെ പെരുമാറ്റങ്ങളാണെങ്കിലും അത് താങ്കളിലേക്ക് സന്നിവേശിപ്പിക്കും. അതെന്താ വെച്ചാൽ അത് ഈ കഥാപാത്രം കാണിച്ച എല്ലാ ഈ കുട്ടികളോട് കാണിക്കണ പാട്ട്, ചിരി, തമാശ, ഉമ്മ കൊടുക്കണ രീതി, കുണ്ടം പറയണ രീതി, അങ്ങനെ മോഹൻലാലിന് കുറെ സ്വന്തമായിട്ട് മാനറിസങ്ങളാണ്. അപ്പോൾ ആ മാനറിസങ്ങൾ, ചെരിഞ്ഞുള്ള നടത്തം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സൗമ്യമായ സംഭാഷണ രീതി, ഇതൊക്കെ എന്നിലെ ആ കുട്ടീനെ വളരെയധികം സ്വാധീനിച്ചു. അപ്പം അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ആര്. എനിക്കന്ന് 9 വയസ്സ് 9 വയസ്സാണെന്ന് എൻ്റെ ഓർമ്മ. 8-9 വയസ്സേ ഉള്ളൂ. അന്ന് മുതൽ സ്വാധീനിക്കപ്പെട്ട ആളാണ് മോഹൻലാൽ. അതിന്റെ വിസ്മയം എന്താ വെച്ചാല് അങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം അന്ന് നമുക്ക് തോന്നുമല്ലോ. പിന്നെ അങ്ങനെ പോകെ ആ ആഗ്രഹമൊക്കെ അങ്ങനെ കൂടിയൊക്കെ വന്നു. അങ്ങനെ ഇവിടെ നമ്മൾ ഈ 6-ാം തമ്പുരാന്റെ ഷൂട്ടിങ് ഒളപ്പമാണ് നടക്കുന്നത്. ഞാൻ PDC ഫസ്റ്റ് ഇയർ PDCയോ ഒറ്റയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇവിടുന്ന് പൂണ്ട അന്നൊക്കെ ആരിപ്പറമ്പ് വഴിയൊക്കെ അപ്പൊ അങ്ങനെ കയറി അവിടെ പോയിട്ട് എനിക്ക് അവിടുന്ന് എന്നെ ഉന്തി തള്ളിട്ടു. സെക്യൂരിറ്റിക്കാരുടെ കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെയും വിളിക്കുക എൻ്റെ ആളെയാണ്. അപ്പൊ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ ഈ മഹാദേവനോട് പറയാൻ തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് ഇദ്ദേഹത്തിനെ കാണണം. എന്നെ തള്ളിട്ടോണ്ടാക്കി അത്ര അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവസാനം ഗുരുനാഥൻ്റെ അടുത്തെത്തി. ഗുരുനാഥനാണ് ഒരു പ്രാവശ്യം ആദ്യമായിട്ട് എന്നെ മോഹൻലാലേട്ടന് അടുത്തേക്ക് കൊണ്ടുപോകണേ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തും അതെനിക്കറിയില്ല ഈ മോഹൻലാൽ എങ്ങനെയാണ് പ്രതികരിക്കുക. കാരണം അദ്ദേഹം വലിയൊരാളാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് കസേര ഇട്ട് വന്നു. അത് പറഞ്ഞ ഗുരുനാഥൻ ഇട്ട് കൊടുത്തതിന്റെ കൂട്ടത്തില് എനിക്ക് ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇരിക്ക, ഞാൻ കൊറേ കാലായി അങ്ങേ പറ്റി കേൾക്കുന്നു. അല്ല കേൾക്കണോ പറഞ്ഞ ശ്രീത്ത് എന്നുള്ള പേര് ഞാൻ കൊറേ കാലായി കേൾക്കും. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊറേ കാലമായി അങ്ങേ കാണാൻ വേണ്ടി കാത്തിരിക്കാം.
പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ നെഞ്ഞത്തൊരു നീർക്കെട്ടാണ് അങ്ങനെ കാണുന്ന വരെയും ഇപ്പോഴും ആ നീർക്കെട്ട് പോയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അതെന്തിനാണത്? അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അറിയില്ല, കാരണം ഞാനിങ്ങനെ കുഞ്ഞാറ്റ കിളികൾ ഈ കഥയൊക്കെ പറഞ്ഞു. സെറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു നമ്മൾ അദമ്യമായി ആഗ്രഹിക്കുന്നത് എന്തും നടക്കും, മഹാദേവൻ നടത്തി തരും. തീർച്ചയായും. അപ്പോൾ അത് മഹാദേവൻ നടത്തി തരും എന്നുള്ളത് അദ്ദേഹം വേറൊരു ഭാഷയിലാണ് പറഞ്ഞാലും എനിക്ക് അനുഭവമായി. അപ്പോൾ അതും കൂടി ഞാൻ ഈ വിസ്മയങ്ങളിൽ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതെ അതെ, യെസ്, വലിയ സന്തോഷമാണുള്ളത്. നമ്മുടെ ഡോക്ടർ ആര്യദത്തം ശ്രീജിത്ത് നമ്പൂതിരിയുമായുള്ള അഭിമുഖം തുടരും. ചെറിയൊരു ബ്രേക്കാണുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ചും ആയുർവേദ വൈദ്യശാസ്ത്ര മേഖലയിലെ വേറിട്ട വഴികളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആര്യദത്തം ആയുർവേദ നഴ്സിംഗ് ഹോമുണ്ട്, അരക്കുപറമ്പിലാണ്, അവിടെ വെച്ചാണ്. അത് വീണ്ടും തുടരും, അടുത്ത ലക്കം തുടരും. വലിയ സന്തോഷം. അദ്ദേഹം തിരക്കേറിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ തുടരട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങയോട്? എനിക്ക് എല്ലാവരെയും വളരെ സ്നേഹമാണ്. ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നമുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ സമീപിക്കുക. നമ്മളെ കൊണ്ട് കഴിയണത്, നമ്മൾ വലിയ വൈദ്യനൊന്നുമല്ല എങ്കിലും നമ്മളൊക്കെ അറിയണ കാര്യങ്ങൾ നമ്മൾ മരുന്നുണ്ടാക്കിയിട്ടോ ചികിത്സയായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിത്തരാൻ വേണ്ടി ശ്രമിക്കും. അതിന് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. എനിക്കുള്ള അതേ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അസുഖങ്ങൾ മാറൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അനുഗ്രഹം ഒരു സ്ഥലത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറില്ല. അപ്പോൾ അത് എനിക്കൊരു മോശമാണ്. അങ്ങനെ മോശം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കും ആ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.